പെട്ടെന്ന് പിണറായി വിജയൻ ചോദിച്ച്, സഖാവ് ഏത് ഘടകത്തിലാണ് എന്ന് ചോദിച്ചു. ചോദ്യം എനിക്കറിയാം, പക്ഷേ ഞാൻ ചോദിച്ചു എന്ത് ഘടകം, പാർട്ടിയുടെ ഏത് ഘടകത്തിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാനത് പറഞ്ഞ്, നിങ്ങളിത് മുഴുവൻ കൂടെ അങ്ങ് എടുത്തോ, എനിക്ക് 14,000 കോപ്പിയാണ്. അപ്പോൾ 1000-ൻ്റെ ഓരോ കെട്ട് ഞാൻ 1.5 ദിവസം കൊണ്ട് ഞാൻ ഈ 14 ജില്ലയിലും എത്തിച്ചു എന്നുള്ളത് ഒറ്റയ്ക്കാത് ചെയ്യുന്നത്. ബഹുജന സംഘടനയാണ്, ആ പാർട്ടിയുടെ പോഷക സംഘടനയായിട്ടല്ല നിൽക്കേണ്ടത് എന്നുള്ള ആ വിമർശനം അപ്പോൾ അത് EMSും പറയുന്നുണ്ട്. ആളുകൾ ചോദിക്കുമ്പോൾ പറയുക എന്നുള്ളത് മാത്രമേ പിന്നെ ഞാൻ നമ്മളീ പറയുന്നതുകൊണ്ട് ആളുകൾ മാറണം അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നേ ഇല്ലായിരുന്നു. ഞാൻ അഡാപ്റ്റ് ചെയ്യാൻ അറിയാവുന്ന ആളാണ്. എൻ്റെ കൂടെ ഒരാൾ ജീവിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എല്ലാവരുടെയും കൂടെ ജീവിക്കുന്ന ആളാണ്. മന്ദബുദ്ധികളുടെ മാർക്സിസ്റ്റ് സംവാദം എന്ന് പറഞ്ഞൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണ്. അത് ഇതുപോലെ 3000 കോപ്പി അടിച്ചത്. അത് എല്ലാ സ്ഥലങ്ങളിലും എത്തി. മാർക്സിസ്റ്റ് ടൂൾ ഉപയോഗിക്കുന്ന മുഴുവൻ പേരുടെയും ശ്രദ്ധയിൽ വരികയും അവരെല്ലാവരും അതിൻ്റെ മേളിൽ ഒരാൾ ഈ പുസ്തകത്തിനെ പറ്റി മിണ്ടത്തില്ല. ഹലോ സ്പീക്കിങ്ങിൽ ഇന്ന് മൈത്രേനാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ മൈത്രേൻ്റെ ഒരു നീണ്ടൊരു കാലഘട്ടത്തെ പ്രവർത്തനങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ആളുകൾ കൂടുതൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രഭാഷണങ്ങളിലൂടെ അതുപോലെ ഒരുപാട് അഭിമുഖങ്ങളിലൂടെയൊക്കെയാണ് ആളുകൾ, പ്രത്യേകിച്ച് പുതിയ തലമുറ, മനസ്സിലാക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 90കളുടെ ഒരു മധ്യത്തിൽ എവിടെയോ വെച്ച് ഈ പേര് ഇങ്ങനെ മൈത്രേയൻ ഡോക്ടർ ജയശ്രീ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഒരു പേര് എൻ്റെ മനസ്സിൽ എവിടെയോ പത്രങ്ങളിലൂടെ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ തിരുവനന്തപുരം കാലഘട്ടം എനിക്ക് തോന്നുന്നു മൈത്രേയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഏറ്റവും കൂടുതൽ ഇടപെട്ടൊരു കാലഘട്ടമായിരുന്നല്ലോ. തിരുവനന്തപുരത്ത് സത്യത്തിൽ ഞാൻ പോകുന്ന സമയത്ത് ജയശ്രീയെ കാണാൻ പോവുകയാണ് തിരുവനന്തപുരത്തേക്ക് ഞാൻ പോകുന്നതിൻ്റെ കാരണമായി മാറിയത്. ആ സമയത്ത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ കുറച്ച് കൂട്ടുകാരുണ്ട്. അതൊന്ന് ഭാസുരേന്ദ്ര ബാബു ആണ്. അദ്ദേഹം പ്രോവിഡൻറ്റ് ഫണ്ട് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾ. അപ്പോൾ ബാബു എക്സ് നക്സലൈറ്റ് എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗത്തിലാണ് അപ്പോൾ ഉള്ളത്. അത് പക്ഷെ കുറേ കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ജോലി ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ആ ഓഫീസ് അതിൻ്റെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ ചെല്ലുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ബാബു ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നു എന്നുള്ളതല്ലാതെ ആ ഓഫീസിൽ പോകാനൊന്നും നോക്കാത്ത ഞാൻ അനുവദിച്ചിട്ടില്ല, കോടതി അനുവദിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും കൂടെ നേരത്തെ ബന്ധമുള്ളവരായത് കാരണം കൊണ്ട് ബാബുവായിട്ട് സംസാരിക്കുകയും പറയും. അങ്ങനെ പൊതുപ്രവർത്തനങ്ങളിനകത്തേക്ക് ഞാൻ കുറേശ്ശെ ഇടപെട്ട് തുടങ്ങുന്നുണ്ട് ആ സമയത്താണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ജയരഘു എന്ന് പറഞ്ഞ് ഇന്ന് അറിയപ്പെടുന്ന പ്രഭാഷകനായിട്ടും എഴുത്തുകാരനായിട്ടുള്ള ആളാണ്. അയാളും വന്നു കൂടുന്നുണ്ട്. അപ്പം അന്ന് നമുക്ക് കഷ്ടിച്ച് ജീവിച്ചു പോകുന്ന നേരത്തിൽ ബാബുവിന് ജോലിയില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ അച്ഛൻ തന്ന ഭൂമിക്കകത്ത് കൃഷി ചെയ്തിട്ട് കഷ്ടിച്ച് ജീവിക്കുന്ന കാലഘട്ടം ഒരു 80കളുടെ ആദ്യമല്ലേ, 82, 83ഒക്കെയാണ്. ആ സമയത്താണ്. അപ്പോൾ ജയശ്രീയെ കാണുന്ന 83-ലാണ്. അപ്പോൾ ജയശ്രീയെ കാണുകയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ന്യൂസ് പ്രിൻ്റ് മേടിച്ചിട്ടാണ് ഈ പുസ്തകം അടിച്ച്. ശരി. ദുരന്തത്തിൻ്റെ നൂറ്റാണ്ടിലേക്ക് പറഞ്ഞിട്ട് ആ പുസ്തകം അടിച്ച് അത് ന്യൂസ് പ്രിന്റിലായ കാരണം കൊണ്ട് നമുക്ക് 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. അത് കൊണ്ട് നടന്ന് കേരളത്തിൽ മുഴുവൻ നടന്ന് വിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആയിട്ട് പുസ്തക പ്രസിദ്ധീകരണം മാറി. അങ്ങനെ നമ്മൾ വായനയുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സങ്കല്പം, അത് അങ്ങനെയായിരുന്നു. റീഡിങ് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് കണ്ടെത്തുന്നുണ്ട്. അന്ന് അൽത്തൂസറൊക്കെ ഒരു മാർക്സിസ്റ്റ് ചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു മേഖലയ്ക്കകത്തും ക്ലാസ് സ്ട്രഗിൾ ഉണ്ടെന്നൊക്കെ പറയുന്ന ആ സിദ്ധാന്തമൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളതൊക്കെ പറയുകയും എഴുതുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയതോടെ നമുക്കൊരു സോഷ്യലി നമ്മളൊരു റെലവൻ്റായിട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് പുസ്തക പ്രസിദ്ധീകരണം മാറ്റി. നമ്മളൊരു പുസ്തകം ഇറക്കിയാൽ 14 ജില്ലയിലും നമ്മളതിനെപ്പറ്റി ചർച്ച വയ്ക്കും. എന്നിട്ട് അവിടെ ഈ പുസ്തകങ്ങൾ വെച്ച് അപ്പോൾ ചർച്ചയൊക്കെ കഴിയുമ്പോഴത്തേന് ആൾക്കാർ പുസ്തകമൊക്കെ മേടിക്കും. പെട്ടെന്നാണ് നമ്മൾ പുസ്തകങ്ങൾ. അപ്പോൾ ഈ നല്ലൊരു ടീമുണ്ടായി. ഒരു 2-3 വർഷം കൊണ്ട് നമ്മൾ 14 ജില്ലയിലും ഓഫീസ്, 10-40 പേര് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്കപ്പോൾ ഉണ്ടായി. എല്ലാ വർഷവും ഒരു പുസ്തകം ഇറങ്ങുവാണെങ്കിൽ അപ്പോൾ ഞങ്ങളാണ് ആദ്യമായിട്ട് ഈ സഞ്ചയിലെ
തൊഴിൽ സഞ്ചി ഇട്ട് അതിനകത്ത് പുസ്തകം ഇട്ട് എല്ലാ ഓഫീസിലും കയറി ആൾക്കാർക്ക് പുസ്തകം വിൽക്കുന്നത്. അതുപോലെ തന്നെ പുസ്തകം മേടിക്കുന്നവരുടെ ലിസ്റ്റ് ഉണ്ടാക്കി അവർക്ക് നേരത്തെ ഇൻഫർമേഷൻ അയക്കും, ഞങ്ങളിങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ആലോചിക്കുന്ന ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പ്രീ പബ്ലിക്കേഷൻ തരത്തിൽ നമ്മൾ ചെയ്യാം. ഇങ്ങനെ ഒത്തിരി സ്കീംസ് നമ്മൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ചെറുകിട കൃത്യമായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് അല്ലേ? ചെറുകിട പബ്ലിഷേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു വലിയ റിസർജൻസ് അന്ന് കേരളത്തിലുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ കോഴിക്കോട് ഷെൽവിയൊക്കെ അങ്ങനെ ആ സമയത്താണ് ഉണ്ടാകുന്നത്. നമ്മളാണ് ആ ഒരു വഴി, അങ്ങനത്തെ ഒരു സ്പേസ് ഈ ബുക്ക് സ്റ്റോളുകളൊന്നും ഇല്ലാതെ പുസ്തകങ്ങൾ എത്തിക്കുന്നതും, ഈ എവിടെ ഒരു സമരം നടന്നാൽ അവിടെ ഉണ്ടാകും പുസ്തകം, അതേപോലെ എവിടെ ഒരു പ്രഭാഷണം നടന്നാൽ അതിൻ്റെ ഫ്രണ്ടിൽ പുസ്തകം വയ്ക്കുന്നത്, ഇത് മുഴുവൻ നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ്, തുടങ്ങിയതല്ലേ സ്റ്റാർട്ടിങ്. ഏറ്റവും വലിയ പബ്ലിഷേഴ്സായിട്ട് നമ്മൾ മാറിയാണ്. എത്ര കാലം മുന്നോട്ട് പോയി? അതൊരു 5-6 വർഷം അങ്ങനെ തന്നെ പോയാൽ. അപ്പം 3 കൊല്ലം ഞാനന്ന് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയി മാറി ആദ്യത്തെ 2 വർഷം കഴിഞ്ഞപ്പോൾ. അപ്പം അവർ പറഞ്ഞ് കോഴിക്കോടുള്ളവരും കാസർഗോഡുള്ളവരും തിരുവനന്തപുരത്തുള്ളവർക്ക് ഒന്നിച്ച് വരാൻ പറ്റുന്നതിന് ഞാൻ തൃശ്ശൂർ താമസിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ഞാൻ അവിടെ നിന്ന് തൃശ്ശൂർ വന്ന് 3 വർഷം അവിടെ താമസിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഈ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ഈ തൃശ്ശൂർ വന്നപ്പോൾ ഈ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം കുറച്ചുകൂടെ കൂടി. ഈ പുരോഗമന കലാസാഹിത്യ സംഘമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് വർക്കുകളൊക്കെ ചെയ്യുകയും മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് കുറച്ചുകൂടെ അടുപ്പത്തോടെ പെരുമാറുന്ന സ്ഥലമൊക്കെ ഉണ്ടാകുകയും ഞാൻ താമസിച്ചിരുന്ന അടുത്ത ഡിവൈഎഫ്ഐക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അപ്പം ഞാൻ എഴുതുകയും പറയുകയും ചെയ്യുന്ന കാര്യമൊക്കെ ഡിഫറൻ്റായിട്ട് വരുന്ന കാരണം കൊണ്ട് വലിയ ചുറ്റുപാടൊക്കെ ഉള്ള മുഴുവൻ പേർക്കും എന്നെ അറിയുന്ന ഒരാളായിട്ട് ഞാൻ മാറുന്നുണ്ട്. ഇതുപോലുള്ള ഞാൻ ചെയ്യുന്ന വർക്കുകളെല്ലാം കേരളം മുഴുവൻ ഞങ്ങൾ നടന്ന് ചെയ്യുന്ന കാരണം കൊണ്ട് അതിനകത്തേക്ക് അങ്ങ് അബ്സോർവ് ചെയ്യപ്പെട്ടു പോകും. കോഴിക്കോടും തലശ്ശേരിയും ഒക്കെ ഉള്ള വലിയ ടീമായി രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ പ്രത്യേകിച്ച് എക്സ് നക്സലൈറ്റുകളായിട്ടുള്ള അതുപോലെ തന്നെ സാംസ്കാരിക വേദി പ്രവർത്തകരായിരുന്നവരും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് നാടകങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള ഒത്തിരി ആക്ടിവിറ്റികളാണ് പിന്നെ അങ്ങോട്ട് ഉണ്ടാകുന്നത്. കേരളം മുഴുവനും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പുഷ്കലമായ ഒരു കാലഘട്ടം അതായിരുന്നു അല്ലേ? അത് ജനങ്ങളുമായിട്ടുള്ള നേരിട്ട് ഭയങ്കരമായിട്ട് അങ്ങനത്തെ നല്ല ബന്ധവും ഈ ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് ആളുകളെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏറ്റവും കോൺട്രവേഴ്സ്യലായി മാറിപ്പോയ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അത് മന്ദബുദ്ധികളുടെ മാർക്സിസ്റ്റ് സംവാദം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഉണ്ടായി. അത് OV വിജയന് ഈ കലാകൗമുദിയിൽ എഴുതിയ ഒരു ചാന്തുകൊട്ട് എന്ന് വേണ്ടി പറഞ്ഞ് അങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നു ഹെഡിങ്. മാർക്സിസ്റ്റ് വിമർശനമുണ്ട്, ഒപ്പം അദ്ദേഹത്തിന് ഡിസില്യൂഷ്മെൻ്റ് ഉണ്ടായിട്ടുള്ള ഒരു മാർക്സിസത്തിൻ്റെ പറ്റി ഒരു ഡിസില്യൂഷ്മെൻ്റ് ഉണ്ടായ ഒരു ലേഖനമാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒത്തിരി ചർച്ചകൾ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നോക്കുമ്പോൾ ആഴത്തിൽ ഉള്ള ഒരു വിമർശനമോ കാര്യമോ അതിനകത്ത് നടക്കാതിരുന്ന കാരണം കൊണ്ട് സൂപ്പർഫ്ലുവസ് ആയിട്ടുള്ള വിമർശനങ്ങളും അക്നോളജ്മെൻറ്റുകളായിട്ടുള്ള ഒരു സീരീസാണ് കലാകൗമുദിയിലാണ് അത് വന്നത്. ഞങ്ങളത് മുഴുവൻ കളക്ട് ചെയ്തു, അതൊരു പാർട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ക്രിട്ടിക്ക് വെച്ച് ഈ ആളുകൾ മുഴുവനും ഇതിൻ്റെ ഈ ഡിസ്കോഴ്സിനെ പറ്റിയുള്ള ഇതായിരുന്നു. അപ്പോൾ അച്യുതമേനോനും ശരിക്കും പറഞ്ഞാൽ സച്ചിദാനന്ദൻ വരെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ സുഹൃത്തുക്കളാണ്, എന്നാലും ഞങ്ങൾ അവരെ എല്ലാവരും കൂടി ഒരു വശത്താക്കിയിട്ട് അതിൻ്റെ മേളിലൊരു ന്യൂ ലെഫ്റ്റ് ക്രിറ്റിക്കാണ് വെക്കുന്നത്. ആ വെച്ച് അത് മന്ദബുദ്ധികളുടെ മാർക്സിസ്റ്റ് സംവാദം എന്ന് പറഞ്ഞൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണ്. അത് ഇതുപോലെ 3000 കോപ്പി അടിച്ചത്. അത് എല്ലാ സ്ഥലങ്ങളിലും എത്തി. ഈ മാർക്സിസ്റ്റ് ടൂൾ ഉപയോഗിക്കുന്ന മുഴുവൻ പേരുടെയും ശ്രദ്ധയിൽ വരികയും അവരെല്ലാവരും അതിൻ്റെ മേളിൽ ഒരാൾ ഈ പുസ്തകത്തിനെ പറ്റി മിണ്ടത്തില്ല. ഉണ്ട് അറിയപ്പെടുന്ന മുഴുവൻ മഹാന്മാരെയും നമ്മൾ വിമർശിച്ചിട്ടുണ്ട് അതിനകത്ത്. OV വിജയന് എനിക്ക് എൻ്റെ സുഹൃത്താണ് OV വിജയൻ. ഗുരുകുലത്തിലിരുന്നപ്പോൾ തൊട്ട് നമ്മൾ കൂട്ടുകാരായിരുന്നു. അതുകൊണ്ട് വിജയൻ വിഷമിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വിമർശനം വായിച്ചിട്ട്. അപ്പോൾ ആ പുസ്തകം അപ്പോൾ അത് എല്ലാവരും വായിക്കപ്പെടും, ബുദ്ധിജീവികൾ മുഴുവൻ വായിക്കുകയും ചെയ്ത് അതൊരു സോഷ്യൽ ക്രിട്ടിക്കിന് വേണ്ടി പറ്റുന്ന ഒത്തിരി ടൂൾസ് നമ്മൾ അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ട് അപ്പോഴാണ് ഈ കൊസാംബിയുടെ പുസ്തകങ്ങളും എല്ലാം നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ കൊസാംബിയുടെ 2 വലിയ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയി. നമ്മൾ പിന്നെ ഒരെണ്ണം എക്സാസ്പറേറ്റിംഗ് എസ്സേസ് എന്ന് പറയുന്ന പുസ്തകമായിരുന്നു. അത് രോഷജനകമായ പ്രബന്ധങ്ങളെന്ന് പറഞ്ഞിട്ട് അതും പബ്ലിഷ് ചെയ്ത്. പിന്നെ ഈ പ്രസിദ്ധീകരണം വലിയ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ മാസവും ഇറങ്ങാതെ വന്നാൽ അതിങ്ങനെ പതുക്കെ കാസർഗോഡുള്ളത് നിന്നുപോയി,
ഇങ്ങനെ പല ഓഫീസുകളുമൊക്കെ അടച്ച് നമുക്ക് അങ്ങനെ പണമില്ലാതായി പോയിട്ട് അതൊക്കെ ഇങ്ങനെ പോയിട്ട് ബാക്കി കുറച്ച് പേര് എപ്പോഴും തുടരുന്നുണ്ട്. അപ്പം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഇത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനകത്ത് കുറേ കൂടെ പ്രവർത്തിക്കാനും കൂടെ തുടങ്ങിയതോടെ ഇത് ചെയ്യാൻ പറ്റാതെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കും, അങ്ങനെ പോകുന്ന തരത്തിലായി. അത് കഴിഞ്ഞ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എഴുതുകയും പറയുന്നതും കണ്ട് ട്ട് MA ബേബി എന്നെ കണ്ട് സംസാരിച്ച്. എന്നിട്ട് എന്നോട് ചോദിച്ചു ഇങ്ങനെ DYFIയുടെ മാസി എഡിറ്റ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നുള്ളൊരു പൊസിഷനായി. ഞാൻ അങ്ങനെ തിരുവനന്തപുരത്തേക്ക് വരേണ്ടി വരും എന്ന് പറഞ്ഞ്, പക്ഷെ അതിങ്ങനെ പെൻഡിങ്ങിൽ നിർത്തി. ഈ സമയത്ത് ജയശ്രീയുടെ അമ്മയ്ക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. വലിയ ഒരു ശരിക്കും പറഞ്ഞാൽ മരിച്ചു പോകുന്ന എന്ന തരത്തിലുള്ള വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. തൊട്ട് മുമ്പ് അച്ഛന് ഹാർട്ടിന് അസുഖം വന്നു, അതിൻ്റെയും ചികിത്സ. അപ്പോൾ അച്ഛനെ നോക്കുന്ന അമ്മയിരിക്കുന്ന അമ്മ വയ്യാതെ രണ്ടുപേരെ നോക്കേണ്ട ഒരു രോഗം ഉണ്ടായി. അപ്പോൾ അവരെ അവർ ഹെൽപ്ലെസ്സാണ്. അതുകൊണ്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതിൻ്റെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ തൃശ്ശൂരിൽ നിന്ന് അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് തിരുവനന്തപുരത്തേക്ക് വീണ്ടും വന്ന് അവിടെ വീടെടുത്ത് ഈ അമ്മയും അച്ഛനെയും നോക്കുകയും ഒപ്പം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുക, അതുപോലെ തന്നെ DYFIയുടെ മാസി എഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ അതിനകത്ത് വയ്ക്കും അങ്ങ്. പിന്നെ അടുത്തൊരു 3 വർഷം ആ മാസി എഡിറ്റ് ചെയ്യുന്ന എഡിറ്ററായിട്ടും ഇപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക. ഈ സമയത്തുണ്ടായിട്ടുള്ള ഒരു നമ്മൾ വലിയൊരു ആക്ടിവിറ്റി ആയിട്ട് ഞാൻ ചെയ്തിരുന്നത് ഈ രമേശ് ചെന്നിത്തല കേരളത്തിന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ തൊഴിലില്ലായ്മ 10 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കാം എന്ന് പറഞ്ഞ്, എന്നിട്ട് ഈ ഇടതുപക്ഷക്കാർ തൊഴിൽ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര പ്രസംഗവും ചെയ്ത്, അങ്ങനെയാണ് രമേശ് ചെന്നിത്തല ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ആളായിട്ട് മാറുന്നത് അങ്ങനെ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോട് വളരെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന സമയമാണ്. ഞാൻ അതിനകത്ത് അങ്ങനെ ഇല്ലാതിരുന്നതാണ്, പക്ഷേ മാസി എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് അതിൻ്റെ ഒരു ഫ്രെയിമിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിന് മറുപടിയൊന്നും ആരും പറയുന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും വിഷമിച്ച് 10 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഇതിനകത്ത് അടിച്ചതാണ്, ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വന്നതാണ്, അത് ഉയർത്തി കാട്ടിയാണ്. അപ്പോൾ ഞാനും ബാബു എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് ഇതിനൊരു മറുപടി എഴുതണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു മറുപടി, തൊഴിലില്ലായ്മയ്ക്ക് ഉത്തരവാദി ആര്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സമയമാണ്. അപ്പോൾ അവരുടെ പോളിസികൾ മാറിയതെങ്ങനെ, അതെങ്ങനെയാണ് നമ്മുടെ ഇവിടെ തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നിട്ടുള്ളൊരു ആർഗ്യുമെൻ്റാണ്. പക്ഷെ നമ്മളത് അടിച്ച് അതിങ്ങനെ ഒരു 20,000 കോപ്പി അടിച്ചു. 20,000 കോപ്പി അടിച്ച് അത് ഞാൻ എൻ്റെ വീട്ടിൽ മാവ് വിറ്റിട്ടാണ് അടിച്ചത്. അതൊരു 10-20 പേജേ ഉള്ളൂ, പക്ഷെ നല്ല ഉത്തരവാണ്. ഒരു രാഷ്ട്രീയത്തിന് ലഘുലേഖ പോലെ അടിച്ചതാണ്. എന്നിട്ട് ഇത് വിതരണം ചെയ്യാനുള്ള സിസ്റ്റം നമുക്ക് അപ്പോഴത്തേന് അത് പോയി, അങ്ങനെ ഇല്ല. അപ്പോൾ മൂച്ച് മാത്രമാണ് ഉള്ളത്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനമൊക്കെ നടത്തുന്നിടത്തൊക്കെ കുറച്ച് വിറ്റ്, അന്ന് പാർട്ടി കോൺഗ്രസ് വരുന്നത് തിരുവനന്തപുരത്തായിരുന്നു. അതിന് മുമ്പാണ് സംസ്ഥാന കോൺഗ്രസ് ഇവിടെ ആലപ്പുഴ നടത്തിയിരുന്നു. അവിടെ ഞാൻ അന്ന് ഒരു ദിവസം തന്നെ ഇങ്ങനെ നിന്ന് ഇത് ഇങ്ങനെ വിതരണം ചെയ്ത് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 രൂപയായിരുന്നു ഇട്ടത്. അപ്പം ഇവരെല്ലാവരും പാർട്ടിക്കാർ, നേതാക്കന്മാരെല്ലാം ഇത് വായിച്ചായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് ഒരു കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. പക്ഷെ ഞങ്ങൾ ഇൻഡിപെൻഡൻ്റായിട്ട് പ്രസിദ്ധീകരിച്ചതൊക്കെയാണല്ലോ. പക്ഷെ ഞാൻ എന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ, കാസർഗോഡ് നിന്ന് ഈ രമേശ് ചെന്നിത്തല വന്ന വഴിയൂടെ നടന്ന് വിൽക്കുന്നുണ്ട്. പിന്നിലല്ല, അദ്ദേഹം പോയിട്ട് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേന് അദ്ദേഹത്തിൻ്റെ ആ ഇതെല്ലാം, പക്ഷെ ആ വന്ന വഴിയിൽ എവിടെ കൂടെയൊക്കെയാണോ, എവിടെല്ലാം ഏത് ജംഗ്ഷനിലാണോ നിർത്തി അവിടെ എല്ലാം ഇറങ്ങി അവിടുത്തെ കടയിലെല്ലാം ഇത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ ചെയ്യുകയാണ്. ഞങ്ങൾ അവിടെ 4 പേരേ ഉള്ളൂ. അങ്ങനെ ചെയ്ത് ഞാൻ കണ്ണൂർ വരുമ്പം അന്ന് DYFIയുടെ മാസിയെ എഡിറ്റ് ചെയ്യുന്ന സമയമായിട്ടില്ല, അതിൻ്റെ തൊട്ട് മുമ്പ് അത് അവിടുത്തെ അന്നത്തെ അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്ന CKP പത്മനാഭനാണ്. അയാളിതിങ്ങനെ കണ്ടിട്ട് പറഞ്ഞ്, ഇത് ഞാൻ വായിച്ചു, നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഇത് വിൽക്കണ്ട, ഞങ്ങൾ ടേക്കപ്പ് ചെയ്ത് വിൽക്കാം, DYFI ഇത് വിതരണം ചെയ്തോളാം
എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എല്ലാ ജില്ലയിലും ഇതൊന്ന് എത്തിച്ചു കൊടുത്താൽ മതി, അതിൻ്റെ പൈസയൊക്കെ ഞങ്ങൾ ഇതിൻ്റെ പ്രിൻറ്റിംഗ് കോസ്റ്റ് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരതിനകത്ത് 14,000 കോപ്പി അങ്ങ് മേടിച്ചു. അപ്പോൾ ബാക്കി ഞാൻ വിറ്റത് കുറച്ച്. അത് കഴിഞ്ഞിട്ട് ഞാനത് പറഞ്ഞ്, നിങ്ങളിത് മുഴുവൻ കൂടെ അങ്ങ് എടുത്തോ, എനിക്ക് 14,000 കോപ്പി. അപ്പോൾ 1000-ൻ്റെ ഓരോ കെട്ട് ഞാൻ 1.5 ദിവസം കൊണ്ട് ഞാൻ ഈ 14 ജില്ലയിലും എത്തിച്ചു എന്നുള്ള ഒറ്റയ്ക്കാണ് അത് ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു യാത്ര? കെട്ടെടുത്ത് തോളെ വെച്ച് നടന്ന ഈ ബസ്സിനകത്ത് കയറിയും ഭയങ്കരമാണ്. ഈ 5 കെട്ടൊക്കെ കൊണ്ടുപോയി ഒരു ബസ് സ്റ്റാൻഡിലിടും. എന്നിട്ട് അവിടുന്ന് ഒരു കെട്ടെടുത്ത് കൊണ്ടുപോയി ഒരു ജില്ലയിൽ കൊടുക്കും. തിരിച്ചു വന്നിട്ട് ഇവിടുന്ന് എടുക്കത്തേ ഉള്ളൂ. കാരണം ഇത് ആരും എടുത്തോണ്ടൊന്നും പോകത്തില്ല, ഇത്ര വലിയ കെട്ട് ആർക്കെങ്കിലും വേണം. അങ്ങനെയാണ് അത് ചെയ്തത്. ഭയങ്കര ഒരു നമുക്ക് ആലോചിക്കാൻ വയ്യാത്ത വർക്കാണ് അതൊക്കെ. അങ്ങനത്തെ ഒരു വലിയ മൂച്ചും ഉണ്ടായി ഇതൊക്കെ ചെയ്യുന്നത്. പെട്ടെന്ന് എല്ലാവരും എത്തിച്ച് എല്ലാവരും കൂടെ വായിച്ച് ആളുകൾ രാഷ്ട്രീയമായി മാറും എന്നൊക്കെ വിചാരിച്ചിട്ട് ബോധവൽക്കരണം ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ മൂച്ചിലൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ അവർ വിതരണം ചെയ്തത് 2 കൊല്ലം കൊണ്ട്. അങ്ങനെയാണ് അതൊക്കെ നിന്നിട്ടുള്ളൂ. എന്നാലും അതിന് ഉള്ള പണവും അവർ തരികയൊക്കെ ചെയ്തതുകൊണ്ട് നമ്മൾ കടമൊന്നും ഇല്ലാതെ അത് കടന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മാസിക എഡിറ്റ് ചെയ്യുന്നതിനകത്തോട്ട് വന്നതോടെ പിന്നെ പബ്ലിഷിങ് കുറഞ്ഞ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുമായിരുന്നു. അത് ചെയ്തിട്ട് പിന്നാണ് എലക്ഷൻ. അപ്പോൾ എലക്ഷൻ വന്ന സമയത്ത് ഈ അയോധ്യ ഇഷ്യൂ ഉണ്ടായി നിൽക്കുന്ന സമയത്ത് അപ്പം ഞാനൊരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. HD സംഗാലിയയുടെ രാമായണത്തിനെ പറ്റിയുള്ള പഠനമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ 4 ചാപ്റ്റർ എന്ന് പറയുന്നത് അയോധ്യയെ പറ്റി മാത്രമാണ്. അവിടെ ഇങ്ങനത്തെ ഒരു സാധനവും ഇല്ല, ഇത് അവർ വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞിട്ട് അയാൾ ആർക്കിയോളജിക്കൽ എവിഡൻസ് മുഴുവൻ വെച്ചിട്ടുള്ള. ഞങ്ങൾ ആ 4 ചാപ്റ്റർ എടുത്തിട്ട് അതിനെപ്പറ്റി അയോധ്യ നേരും നുണയും എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം അടിച്ചു. അത് ഇതുപോലെ ഒരറ്റത്തുനിന്ന് കൊടുക്കുകയും വിറ്റുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ DYFI തന്നെ പറഞ്ഞ് ഞങ്ങൾ ഇലക്ഷന് വേണ്ടി ഇത് ഉപയോഗിച്ച് വിറ്റോളാം എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും അത് 3000 കോപ്പിയായിരുന്നു അടിച്ചത്. കുറച്ചുകൂടെ വലിയ എല്ലാം ന്യൂസ് പ്രിൻറ്റിലൊക്കെയാണ് അടിക്കുന്നത്. ഗ്ലേസ്ഡ് ന്യൂസ് പ്രിൻ്റ് ഉണ്ട്. ഇപ്പം നല്ല കുറേ നാൾ നിൽക്കും. ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒറ്റ വിഷയം അത് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല അതിങ്ങനെ എന്നേക്കുമായി വെക്കാനുള്ള യുക്തിയിലൊന്നുമില്ല. അപ്പം ഞാൻ ഈ സമയത്ത് തന്നെ പുസ്തകങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും അത്തരത്തിലുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേറെ ആൾക്കാരും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പുസ്തകമൊക്കെ പ്രസിദ്ധീകരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ട്രാൻസ്ലേഷൻസ് ആണ് കൂടുതലും. കഥകളൊക്കെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ബുക്കുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ രാമായണം ഒരു ചരിത്ര വീക്ഷണത്തിലെന്ന് പറയുന്ന HD സംഗാലിയുടെ പുസ്തകം. അത് അവിടുത്തെ തിരുവനന്തപുരത്തുള്ള ഒരു കൊച്ചു പബ്ലിഷേഴ്സ് അവരെടുത്ത് പബ്ലിഷ് ചെയ്ത് അത് വളരെ ഇതായിട്ട് എല്ലാവരും വായിക്കുകയൊക്കെ ചെയ്ത ഒരു പുസ്തകമാണ്. അത് കഴിഞ്ഞ് അത് ചിന്ത പിന്നെ പിൽക്കാലത്ത് അത് വാങ്ങി അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഇപ്പോഴ് ആ പുസ്തകം. പിന്നെ ഈ ആക്ടിവിറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇയാളുടെ VP സിംഗിൻ്റെ മന്ത്രിസഭ ഉണ്ടാകുന്ന സമയത്ത് മറ്റേ ജ്യോതിബാസുവിനെ പ്രൈം മിനിസ്റ്റർ ആക്കാനുള്ളൊരു ശ്രമം അവരുടെ വശത്തു നിന്നുണ്ടായിരുന്നു. അപ്പം നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ഇത് സഹകരിക്കത്തില്ലെന്ന് നമുക്ക് കാണാം. ഇങ്ങനെ അവരുടെ മേധാവിത്വം ഇല്ലാത്തടത്തൊന്നും ആരും പാർട്ടിയിൽ പോയി ഇരിക്കാനൊക്കത്തില്ല എന്നുള്ള ഒരു സിദ്ധാന്തമുണ്ട്. അപ്പം ഞങ്ങളത് ഒരു പൊളിറ്റിക്കൽ മിസ്റ്റേക്ക് ആകുമെന്ന് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് ഞാനും ബാബുവും കൂടെ ഇരുന്ന് ഇടതുപക്ഷം ദേശീയ അധികാരത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഉണ്ടായി. ആ പുസ്തകം 1100 കോപ്പി ആണ് അത് ഇതുപോലെ ഗ്ലേസ്ഡ് ന്യൂസ് പ്രിൻ്റിൽ അടിച്ചത്. ആ പുസ്തകം ഞാൻ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് CPIയിലും CPMലും ഉള്ള അവർക്ക് മാത്രം വിറ്റ ഒരു പുസ്തകം. വേറെ ആർക്കും കൊടുത്തിട്ടേ ഇല്ല, വേറെ ഒരാൾക്കും കൊടുക്കത്തില്ലായിരുന്നു. ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ള ലിസ്റ്റ് ചെയ്തിട്ടാണോ കൊടുക്കുന്നത്? ലിസ്റ്റ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് ഒരു ജില്ലയിൽ ചെന്നിട്ട് അവിടുത്തെ പാർട്ടി ഓഫീസിലിരുന്നിട്ട് ഇവിടെ ആരാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് പ്രസിഡൻ്റായിരിക്കുന്നവർ, അത് ഇപ്പോൾ SFIയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും DYFIയുടെ പ്രസിഡൻറ്റ് സെക്രട്ടറി, അധ്യാപക സംഘടനയുടെ പ്രസിഡൻറ്റ് സെക്രട്ടറി, ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ 1100 കോപ്പി കാരണം ഒപ്പീനിയൻ ഇതിൻ്റെ മുകളിൽ ജ്യോതിബാസുവിനെ
സപ്പോർട്ട് കൊടുത്ത് നിൽക്കണം എന്ന് പറയുന്നത് കേരളത്തിലെ പാർട്ടിക്കാർ ചെയ്യില്ല എന്ന് നമുക്ക് അറിയുന്നതുകൊണ്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയ പുസ്തകമായിരുന്നു. ആ പുസ്തകം തിയററ്റിക്കലായിട്ട് നമ്മൾ വളരെ ഇതായിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഇടതുപക്ഷം ദേശീയ ഇപ്പോഴും ഇവിടുത്തെ ലൈബ്രറികളെല്ലാം നിങ്ങൾ സൂക്ഷിച്ച് പഴയ നോക്കിയാൽ കിട്ടും. ആ പുസ്തകം ഇതുപോലെയാണ്. ഒറ്റയാൾക്ക് അങ്ങനെ ഒരു പുസ്തകം ആരെങ്കിലും വിറ്റിട്ടുണ്ടാകത്തില്ല. ഞാനുണ്ട് ഇങ്ങനെ ലിസ്റ്റ് ഇട്ട് ഇന്നവർക്ക് ഭയങ്കര കൗതുകം തോന്നുന്നു. അതാണ് ഞാൻ ഈ ആളുകളെ പറയുമ്പോൾ നമ്മൾ ഈ ചെയ്തിരുന്നത് മൂച്ചുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നത്. ഞാൻ തന്നെയാണ് ഈ 1100 പുസ്തകവും ഞാൻ തന്നെ നമ്മൾ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാനൊക്കെ ആ നിലവാരത്തിലുള്ള പണികൾ ചെയ്യുന്നതിനകത്താണ് ഞാൻ ഈ DYFIയുടെ മാസിക എഡിറ്റ് ചെയ്യുന്നതിനകത്ത് അവർ കുറച്ച് ഞാൻ പിരിച്ച പണത്തിനനുസരിച്ചിട്ട് മാസിക പബ്ലിഷ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ എനിക്കൊരു പ്രോബ്ലമായിട്ട് വരികയും ഞാൻ EMSന് ഒരു കത്തെഴുതുകയൊക്കെ ചെയ്തു. ഇങ്ങനെ ഇവർ നന്നായിട്ട് നടത്തുന്നില്ല, അവരുടെ മേളിൽ ഒരു ക്രിട്ടിക്ക് ഞാൻ വയ്ക്കുകയാണ്, അവർ ഇത് ശരിയാകുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ രാജിവെച്ച് പോവുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് EMSന് കത്തെഴുതി. EMS എന്ത് ചെയ്തു, ആ കത്തെടുത്ത് അന്ന് പിണറായി വിജയനാണ് അതിൻ്റെ ചാർജ് ഉള്ളത്, അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം എല്ലാവരെയും വിളിച്ച് DYFIയുടെ 14 ജില്ലയിലുള്ള നേതാക്കന്മാരെയും വിളിച്ച് എന്നെയും വിളിച്ച് അതിൻ്റെ മേളിൽ അവിടെ അങ്ങനെ AK സെൻറ്ററിൽ നിന്ന് ഡിസ്കഷനായി. ആ ഡിസ്കഷൻ തീർന്ന സമയത്ത് ഞാൻ അവരെ മുഴുവൻ വിമർശിച്ച് മറുപടിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ രാജിവെച്ച് പോവുക എന്നുള്ള ഒരു പറയുകയും അപ്പോൾ ഇവരെല്ലാവരും സഖാവ് രാജിവെച്ച് പോവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിണറായി വിജയൻ എന്നോട് ചോദിച്ച്, അല്ല എന്താണ് സഖാവ് തീരുമാനിക്കുന്നത്? അപ്പോൾ എന്നോട് ചോദിച്ച്, അപ്പം ഞാൻ ചോദിച്ചു ഇതിന് മറുപടി പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ പറയാം. ഞാൻ ഇവരെ എല്ലാം വിമർശിച്ച് ഞാൻ മറുപടിയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞ് ഒരു ഇടനിലയ്ക്ക് പറയുന്ന പോലെ അദ്ദേഹം 1-2 വരി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനല്ല, DYFI ഒരു സ്വതന്ത്ര സംഘടനയായിട്ടാണ് നിൽക്കേണ്ടത്, ബഹുജന സംഘടനയാണ്, പാർട്ടിയുടെ പോഷക സംഘടനയായിട്ടല്ല നിൽക്കേണ്ടത് എന്നുള്ള ആ വിമർശനം. അപ്പോൾ അത് EMSും പറയുന്നുണ്ട്, ബഹുജന സംഘടനകൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു വിമർശനം മുമ്പോട്ട് വന്ന സമയത്ത് പെട്ടെന്ന് പിണറായി വിജയൻ ചോദിച്ച്, സഖാവ് ഏത് ഘടകത്തിലാണ് എന്ന് ചോദിച്ചു. ചോദ്യം എനിക്കറിയാം, പക്ഷേ ഞാൻ ചോദിച്ചു എന്ത് ഘടകം, പാർട്ടിയുടെ ഏത് ഘടകത്തിലാണ്? ഞാൻ പറഞ്ഞു പാർട്ടി മെമ്പറാണെങ്കിൽ മാത്രമല്ലയോ പാർട്ടി ഘടകത്തിലാകുന്നു. അത് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. ആർക്കും അറിഞ്ഞൂടാ ഞാൻ പാർട്ടി മെമ്പറല്ല, DYFIയുടെ മാസിക എഡിറ്റ് ചെയ്യുകയും കൂടെ ചെയ്തതാണ്. അതിനൊരു തമാശയായിട്ട് നമ്മൾ പറഞ്ഞാൽ, ഈ മെക്കയിലെ ബാങ്ക് വിളിക്കുന്നവൻ കാഫറാണെന്ന് അറിഞ്ഞാൽ എങ്ങനെയാണോ ഷോക്കാകുന്നത് പോലെ അതുപോലെ ഞാൻ ഈ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നത് കാരണം കൊണ്ട് ആരും എന്നോട് ചോദിച്ചിട്ടില്ല പാർട്ടി മെമ്പറാണെന്ന്. ബേബിയും ചോദിക്കുന്നില്ല, ആരും ചോദിക്കുന്നില്ല. ഞാൻ മെമ്പറല്ല എന്നുള്ളത് ഞാൻ മെമ്പർ ആകാതിരിക്കുകയോ അല്ല. എല്ലായിടത്തും കാൻഡിഡേറ്റ് മെമ്പർ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ മെമ്പർഷിപ്പ് തരിക ചെയ്യുന്നു. അപ്പം ഞാനൊരിടത്ത് കുറച്ച് ദിവസം കുറച്ച് നാളായിരിക്കും ജീവിക്കുന്നത്, വീട് മാറുമ്പോൾ അടുത്ത, അപ്പോൾ എന്നും കാൻഡിഡേറ്റ് മെമ്പറാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, മെമ്പർഷിപ്പ് ഇല്ല. പക്ഷെ ആർക്കും തോന്നത്തേ ഇല്ല ഞാൻ മെമ്പറല്ല എന്ന്. കാരണം പാർട്ടിയുടെ എല്ലാ വേദികളിലും എനിക്ക് തോന്നുന്നു 12 ജില്ലയിലുള്ള പാർട്ടി ഓഫീസിലും താമസിച്ച് പുസ്തകങ്ങളെല്ലാം വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിണറായി വിജയന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്തും ഞാൻ അവിടെ, അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ ഇപ്പോൾ പാർട്ടിയിൽ ബന്ധമില്ലാത്ത ഒരാൾ വന്ന് പാർട്ടി ഓഫീസിലൊന്നും നിൽക്കത്തില്ലല്ലോ. പക്ഷെ ഞാനിത് അങ്ങനെ കാണുന്നൊന്നുമില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഡെവലപ്പ് ചെയ്യണം, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം ഡെവലപ്പ് ചെയ്യണമെന്ന് മാത്രമേ ചിന്തിച്ചിട്ട് മാത്രമാണ് ഇതൊക്കെ നമ്മളിങ്ങനെ പറയുകയും എഴുതുകയും ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ആർക്കും അങ്ങനെ ഒരു ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടേ ഇല്ല. പക്ഷെ അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എല്ലാവരും പാർട്ടി, അപ്പോൾ പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞ് പാർട്ടി മെമ്പർ പോലും അല്ലാത്ത നിങ്ങളിൽ എന്തുമാത്രം ട്രസ്റ്റ് ഇവർ വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലല്ലോ. ഞാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനല്ല, അതുകൊണ്ടല്ല, ഞാൻ എൻ്റെ പ്രവർത്തനം കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നതാണ്, അല്ലാതെ അവർ ട്രസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ക്രിട്ടിക്കലായിട്ട് പറയും. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ചോദിച്ച്, സഖാവ് തുടരുന്നുണ്ടോ അതോ രാജിവെച്ച് പോവുകയാണോ? ഞാൻ പറഞ്ഞു ഇവർ ഇത്രയും പേരും ഞാൻ പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ തുടരുകയെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്
എന്നാൽ സഖാവ് ഫുക്കോ ഞാൻ ഇവരുമായിട്ട് സംസാരിക്കട്ടെ, തീരുമാനം പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ അവർ ആ മാസിക അങ്ങ് നിർത്തി. അങ്ങനെ എന്നെ പിരിച്ചുവിടാൻ, കാരണം എന്നെ ഒന്നും ചെയ്യാൻ, ഞാൻ പാർട്ടി മെമ്പർ വല്ല ഒന്നും ചെയ്യാനൊക്കത്തില്ലേ, എന്ത് ചെയ്യാനാ. അപ്പോൾ അവർ മാസിക അങ്ങ് പ്രസിദ്ധീകരിക്കേണ്ടെന്ന് തീരുമാനിച്ചവിടെ എഡിറ്റർ അല്ലാതായല്ലോ. ഇപ്പോഴത്തെ മൈത്രേനെ രൂപപ്പെടുത്തിയതിൽ ആ വേദാന്ത കാലഘട്ടമോ അല്ലെങ്കിൽ അതിന് ശേഷം നേരത്തെ ഒരു ബന്ധവും ഒന്നുമല്ല. അതിനുശേഷം നമ്മൾ ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഒന്നും തന്നെ ഇവരാരെയും മാർസിസം പോലും അതിനകത്തില്ല. ഞാൻ ഇന്ന് എവല്യൂഷനാണ് ഉപയോഗിക്കുന്നത് ലോകത്തിനെ മനസ്സിലാക്കാൻ. സയൻസിൻ്റെ ടൂള് മാത്രമേ ഇന്നുള്ളൂ. മറ്റേ ഫിലോസോഫിക്കലായിട്ടുള്ള അതിൻ്റെയൊക്കെ എനിക്കറിയാം. ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ എന്ത് ടൂൾ ഉപയോഗിച്ചിട്ടാണ് എന്നോട് ചോദ്യം ചോദിക്കുന്നതെന്ന് എനിക്ക് ഒറ്റ വരി കൊണ്ട് കാണാൻ പറ്റും. കാരണം ഞാനതെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന സയൻസ് എവല്യൂഷനാണ് ഞാൻ ഫ്രെയിം വർക്കായിട്ട് ഉപയോഗിക്കുന്നത്. ആളുകൾ ചോദിക്കുമ്പോൾ പറയുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യും. നമ്മൾ ഈ പറയുന്നതുകൊണ്ട് ആളുകൾ മാറണം അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നേ ഇല്ലായിരുന്നു. എനിക്കറിയാവുന്ന കാര്യം പറയുന്നു എന്നുള്ളതല്ലാതെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസം ഇതിനകത്തില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. അപ്പോൾ മൈത്രേൻ്റെ കാഴ്ചപ്പാടിൽ മലയാളി എങ്ങനെയാണ് മാറേണ്ടത്? അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനും പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും സോഷ്യലായിട്ടുള്ള കാര്യങ്ങളും അതിനകത്ത് ഞാൻ അറിവ് ചെയ്യുന്ന ഡെമോക്രസിയെ പറ്റിയുള്ള സ്ഥലങ്ങളാണ്. അത് ഈ സ്ട്രക്ചറലായ മാറ്റം വരാതെ ഡെമോക്രസി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി എൻ്റെ കുഴപ്പം കൊണ്ടാണെന്നൊക്കെ ഇന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ ആ മേഖലകളെപ്പറ്റി ഞാൻ ഓരോന്നായിട്ട്, അപ്പോൾ വീട്, കുടുംബം, സകല സാധനത്തിൻ്റെ മേളിൽ ഞാൻ ജീവിച്ചത് മാത്രമല്ല, തിയറട്ടിക്കലായിട്ട് തന്നെ ഇത് എങ്ങനെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ എവല്യൂഷണറി പ്രോസസ്സിനകത്ത് എങ്ങനെയാണ് മനുഷ്യൻ ഇങ്ങനെ ആയത് എന്നുള്ള കാര്യമൊക്കെ എനിക്ക് ആ ധാരണകളൊക്കെ ഉണ്ടായതോടെ അതിങ്ങനെ പറയാൻ തുടങ്ങിയത് ആളുകളെ സംബന്ധിച്ചോളം പുതിയ അറിവിൻ്റെ ലോകങ്ങൾ അതിനകത്തുണ്ടെന്ന് അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വന്നു. ആളുകൾ എൻ്റെ അടുത്ത്, അപ്പോൾ ആളുകൾക്ക് അറിയുന്ന ഫ്രെയിംസ് ഒന്നുമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഭയങ്കര ക്രിട്ടിക്കലായി മാറുകയും ആളുകൾ തീവ്രമായിട്ട് എന്നെ എതിർക്കുകയും ചെയ്യുക, ഞാൻ പറയുന്നതൊന്നും ശരിയല്ലെന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഒരു സമയത്ത് ഞാൻ ഈ ഫേസ്ബുക്കിനകത്ത് എല്ലാ ദിവസവും പോസ്റ്റ് എഴുതുമായിരുന്നു. വലിയൊരു നോട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ടായി. നോട്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഇല്ല അതിനകത്ത്, നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ ഈ പടം ഇടുന്ന മാത്രമായിട്ട് അതിരിക്കും. ബാക്കി 2014 വരെ ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ ഫേസ്ബുക്കിനകത്ത് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ മോദിയുടെ ആൾക്കാർ ടീമായിട്ട് വന്ന് ഈ സകല സാധനത്തിന് ഡിസ്കഷൻ നടക്കാൻ സമ്മതിക്കാതായി. അങ്ങനെയാണ് ഫേസ്ബുക്കിനകത്ത് ഡിസ്കഷൻ സാധിക്കാതായി. കാരണം ഇവരിങ്ങനെ അപമാനിക്കുന്ന നിലവാരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് മിണ്ടുന്ന ആൾക്കാർ മിണ്ടാതാക്കും. എൻ്റെ അടുത്ത് മിണ്ടാൻ പറ്റിയില്ലെങ്കിൽ അവർ എതിരെ മിണ്ടുന്നവരെ ആക്ഷേപിച്ചിട്ട് ഡിസ്കഷൻ സംബന്ധിക്കാത്ത ഫേസ്ബുക്ക് ഉണ്ടായി. അങ്ങനെയാണ് ആ ഏരിയ നിന്ന്. ഈ സമയത്താണ് ഈ ആളുകൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ എഴുത്തിനകത്ത് നിന്ന് പറയുന്നതിലേക്ക് മാറുകയാണ് സത്യത്തിലാണത്. അപ്പം ഞാൻ ടെലിവിഷനകത്ത് എനിക്ക് യാതൊരു താല്പര്യമില്ല. ഞാനതുകൊണ്ട് വലിയ ടെലിവിഷനകത്ത് തീരെ പോകാറില്ല. എനിക്കൊന്ന് 3 തവണയേ ഞാൻ പോയിട്ടുള്ളൂ ടെലിവിഷനകത്ത്. പണ്ടങ്ങനെയല്ല, ഏഷ്യാനെറ്റിനകത്ത് ഞാൻ സ്ഥിരം ഇരുന്നിരുന്ന ഒരു കാലമുണ്ട്. ഈ സെക്സ് വർക്കേഴ്സിൻ്റെ മൂവ്മെൻ്റൊക്കെ നടക്കും. അതിനകത്തൊക്കെ മുഴുവൻ അന്ന് ശരിക്കും പറഞ്ഞാൽ ശ്രീകണ്ഠൻ നായരുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള എല്ലാ സാധനത്തിനകത്ത് ഞാനുണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു അന്നിരുന്നത്. അതിന് ശേഷം പിന്നെ ഞാൻ ഈ ടെലിവിഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടേ ഇല്ല. മാസികയിലും പത്രത്തിനകത്ത് ഒന്നും എഴുതത്തില്ലായിരുന്നു. ഈ കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ടോ ഇപ്പോഴോ? ആദ്യമൊക്കെ 1-2 വായിച്ചപ്പോൾ ഈ ആളുകൾ മോശമായിട്ട് എഴുതുന്നതോടെ ഞാൻ വായിക്കാതായി. ഞാൻ ഇപ്പോൾ വായിക്കത്തില്ല. നമ്മളത് ചെയ്യാൻ പോവാ. ഞാൻ ഈ പറയുന്നേ ഉള്ളൂ, അല്ല ഞാനിതൊന്നും താഴെ വായിക്കത്തില്ല. അതിൽ ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ വാദിക്കുക ജയിക്കുക അങ്ങനെയൊന്നും ഇല്ലല്ലോ, പലപ്പോഴും പറയാറുണ്ട് തന്നെ. ഞാൻ ഈ വശത്തു നിന്ന് പറയുന്ന പോലെ അല്ലേ മിണ്ടുന്നേ, ഇങ്ങനെ മിണ്ടുന്നതല്ലേ. എനിക്കിപ്പോൾ ആരോടും വാദിച്ച് ജയിക്കാനോ ആളുകളെ ബോധ്യപ്പെടുത്താനോ ഒന്നും എനിക്കൊരു ശ്രമവുമില്ല. എനിക്ക് ബോധ്യമായ കാര്യം ഞാൻ പറയുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ കേട്ടാൽ മതി, കേട്ടില്ലെങ്കിൽ എനിക്കൊരു വഴക്കുമില്ല. ഞാനൊന്നും ചെയ്യുന്നില്ല തരത്തിൽ. ഒരു കാര്യത്തെ പറ്റിയും ഭയമില്ലാത്ത മനുഷ്യനാണല്ലേ? അതാണ്, ഭയമില്ല. ഇപ്പൊ തന്നെ പോകുന്ന എനിക്കറിയാവുന്ന കാരണം കൊണ്ട് എന്തിനു പേടിക്കണ്ടേ? ഇപ്പോഴത്തെ ഈ ജീവിതം തന്നെ അതാണ് ഇപ്പം മലയാളികളെ സംബന്ധിച്ചിട്ട് അത്ഭുതം. അതായത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഫാമിലിയെ പിരിച്ചുവിടുന്നു, പിന്നെ അതിന് ശേഷം വീടില്ലാതെ എങ്ങനെ, ആ ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ്? അതായത് ഇപ്പം നമുക്ക് നാളെ വീടുണ്ടാവും അല്ലെങ്കിൽ ഒരു മുറി ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പുറത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ ഞാൻ അയാളോടൊത്ത് ജീവിക്കാനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ അഡാപ്റ്റ് ചെയ്യാൻ അറിയാവുന്ന ആളാണ്. എൻ്റെ കൂടെ ഒരാൾ ജീവിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാവരുടെയും കൂടെ ജീവിക്കുന്ന ആളാണ്. ഞാൻ ഇയാളുടെ കൂടെ ജീവിക്കുമ്പോൾ ഇയാളുടെ കൂടെ ഞാൻ ജീവിക്കുന്നു. ഇയാൾ എൻ്റെ കൂടെ ജീവിക്കാനായിട്ട് ഞാൻ നിർബന്ധിക്കാറില്ല. അപ്പോൾ എന്നെ ആൾക്കാരെ സംബന്ധിച്ചോളം അവരുടെ എക്സ്റ്റൻഷനായിട്ട് അനുഭവിക്കും. അന്യരില്ല എനിക്ക്.
പരിചയമില്ലാതെ ഇരിക്കുന്ന അയാൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അന്യരല്ലാതാവും. ഇപ്പോൾ മാനസികമായിട്ട് തകർന്നു പോയ കുറേ മനുഷ്യരെ അവർ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന ഒരു മൈത്രേയനുണ്ട്. അത് വ്യക്തിപരമായിട്ട് ചില ആളുകൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് അറിയാം. അപ്പോൾ അത് എന്താണ് അത്തരത്തിലുള്ളൊരു പ്രവർത്തനം? ഞാൻ ഈ മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടാകുന്നു. പക്ഷേ ഇന്ന് എനിക്ക് എവല്യൂഷണറി ആയിട്ട് ഈ മനുഷ്യരെല്ലാം എന്താ ഇങ്ങനെ എന്നുള്ളതിന് എനിക്ക് ഉത്തരവുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട് വിടുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിനെല്ലാം ഉത്തരവുള്ള ഒരാളാണ് ഞാൻ. എനിക്കാകെ അന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണലായിട്ട് ഒരു UN-ൻ്റെ അകത്തൊക്കെ വർക്ക് ചെയ്യണമെന്ന് ആലോചിക്കുന്നത്. പക്ഷേ ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ അത് UN-ഒന്നും അങ്ങനെ വർക്ക് ചെയ്ത് തീരത്തില്ലെന്നൊക്കെ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇൻ്റർനാഷണലായിട്ട് അങ്ങനെ പോകാനായിട്ട് ആലോചിക്കാതായി. പക്ഷേ ഞാനൊരു ഇൻ്റർനാഷണൽ ബോധത്തിലാണ് എല്ലാ സമയത്തും ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ആ നിലവാരത്തിൽ എവല്യൂഷണറി ആയിട്ട് ജീവിതം മനസ്സിലാക്കാനായിട്ട് വന്നതോടെ മനുഷ്യരുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് എനിക്കൊരു 5 മിനിറ്റ് മതി ഒരാൾ പറയുമ്പം അവരെവിടെയാണ് നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് അവർക്ക് ആ പ്രശ്നം ഉണ്ടാകുന്നത് എനിക്കിന്നറിയാം. ഈ ആളുകൾ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് എനിക്ക് 1 മിനിറ്റ് കൊണ്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങളെവിടെയാണ് നിൽക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ കയ്യിൽ ഇത്രയും കരുക്കളാണ്, ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്കുള്ളതെന്ന് പറയുന്നതിന് എനിക്ക് ഒരുപാടുമില്ല. 5-10 മിനിറ്റ് മതി എനിക്ക്. ആൾക്കാർ അവരുടെ വീടേത്, അച്ഛനേത്, അമ്മയേത്, പിന്നെ പേഴ്സണലായിട്ട് ഇപ്പം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അവരത് പറഞ്ഞു തീർന്നു കഴിയുമ്പോൾ തൊട്ട് ഞാനിത് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഇത്രയാണ് സാധ്യതകളുള്ളത്, അതിലേതാണ് നിങ്ങളുടെ ഓപ്ഷൻസ് എന്ന് നോക്കുക. പറഞ്ഞു കൊടുക്കുന്നതിന് എനിക്കൊരുപാടുമില്ല. അതിന് മോട്ടിവേഷനൊന്നും സൈക്കോളജി ഒന്നും വിളിക്കേണ്ട കാര്യമില്ലല്ലേ? ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം വളരെ സിമ്പിളായിട്ട് ആ ആളിൻ്റെ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററിയിൽ ഇയാളെവിടെ, ഇയാളുടെ രാഷ്ട്രീയമായിട്ട് ഇയാൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്, ഇയാളുടെ കുടുംബപരമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വീട്ടിൽ എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിനകത്തുള്ളതാണ്, അയാളൊരു മിഡിൽ ക്ലാസ് കൃഷിക്കാരുടെ കുടുംബത്തിലാണോ, അയാൾ ഉദ്യോഗസ്ഥരുടെ കുടുംബത്തിലാണോ, അല്ല അയാളൊരു ധനമുള്ള കുടുംബത്തിലാണോ, വ്യവസായിയുടെ കുടുംബത്തിലാണോ, ഇത്രയൊക്കെ എനിക്ക് അറിയേണ്ടതുള്ളൂ. അവിടുത്തെ പോസിബിലിറ്റീസൊക്കെ എനിക്ക് കാണും. ലോകത്തിനകത്ത് ഓരോ രാജ്യങ്ങളും എവിടെ ഇരിക്കുന്നു എന്നുള്ളത് എനിക്കറിയാം. അതിപ്പോൾ ഇവിടെ ഇയാളുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യാനായിട്ട് ഈ രാജ്യത്ത് പറ്റത്തില്ല, ഇന്ന രാജ്യത്ത് പോയാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത്രയും സിമ്പിളായിട്ട് എനിക്കത് പറയാൻ പറ്റും. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമൊക്കെ നമുക്ക് അപ്പോൾ ഭാര്യ എവിടെ നിന്നാണ്, എന്താണ്, അയാളെന്താണ്, ഇത്രയും അറിഞ്ഞാൽ മതി. ഇത്രയും പോസിബിലിറ്റീസാണ് ഉള്ളത്. നിങ്ങൾ തമ്മിൽ യോജിച്ച് പോകാനൊക്കെ എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ മറ്റുള്ള സാധനമൊന്നുമല്ല, നിങ്ങൾ ജീവിക്കേണ്ടവരാണ്, നിങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങനെ ജീവിക്കും, ഇതൊന്നുമല്ല നമ്മൾ പറയുന്നത്. ഞാൻ ഇത്രയും സാധ്യതകളുണ്ട് നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതായി പറയുന്നത്. അതിങ്ങനെ തുറന്ന് എനിക്ക് അങ്ങ് വെക്കാൻ പറ്റും. ഇത്രയും ചോയ്സസ് നിങ്ങൾക്കുണ്ട്, ഇതിൽ കൂടുതൽ ചോയ്സ് നിങ്ങൾക്കില്ല. എനിക്ക് പല ചോയ്സും വേറെ പറഞ്ഞു തരാൻ, പല സൊല്യൂഷനും പറയാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങളിങ്ങനെ ഇത്രയും പ്രോഗ്രാംഡാണ്, ഇത്രയും സാധനങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ അത് കൊണ്ട് എനിക്ക് ഒരുപാടുമില്ല. ഒരാൾ പറയുമ്പം എനിക്കിങ്ങനെ കാണണം അത്. കാരണം നമ്മൾ ഈ എല്ലാ ടൂളും ഉപയോഗിച്ചിട്ടുള്ള ആളായതുകൊണ്ട് മനുഷ്യർ ഇതുവരെ വികസിച്ച എല്ലാ ടൂളും ഞാൻ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് കാണാൻ പറ്റും ഇയാൾ എന്ത് വെച്ചിട്ടാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് അയാളുടെ വാല്യൂ ഫോർമേഷൻ, ഏത് വാല്യൂസ് ഉപയോഗിച്ചിട്ടാണ് അയാൾ ജീവിക്കുന്നത്. അയാൾക്കൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു കൊടുത്താൽ പോലും ആ സൊല്യൂഷൻ വർക്കബിളായിട്ട് മാറത്തില്ല. കാരണം അയാളുടെ വാല്യൂ അതല്ല. അപ്പോൾ അയാളുടെ വാല്യൂ വെച്ചിട്ട് ഇത്രയും സാധ്യതകളുള്ളതെന്ന് കാണാൻ പറ്റും. അതാ പറഞ്ഞു കൊടുക്കുന്നത്. ഇതെനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു എത്ര സങ്കീർണ പ്രശ്നമായാലും ശരി നമുക്ക് പെട്ടെന്ന് ഇതെങ്ങനെ അങ്ങ് അഴിക്കാൻ പറ്റും. മൈത്രേയനെ പറ്റി പറയുമ്പോൾ മൈത്രേയൻ പറയുന്നത് കേൾക്കുമ്പോൾ ആദ്യം നെറ്റി ചുളിയും, പിന്നെ ഇയാൾ എന്താണ് ഈ പറയുന്നതെന്ന് തോന്നും. അതിനുശേഷം രഹസ്യമായിട്ട് സുഹൃത്തിനോട് പറയും, പുള്ളി പറഞ്ഞ് ശരിയാണ് കേട്ടോ. അതാണ് മലയാളി. എന്തായാലും വളരെ സന്തോഷം, നന്ദി.